നമുക്ക് തിയറം 4ഉം തിയറം 5ഉം ആണ് അതിലെടുക്കാനുള്ളത്. അപ്പോൾ തിയറം 4 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. ഓൺ ഈച്ച് കോമ്പാക്റ്റ് ഓറിയൻറ്റഡ് എൻ സർഫസ് എസ് ഇൻ r⁻n+1 ദർ എക്സിസ്റ്റ് എ പോയിന്റ് പി സച്ച് ദാറ്റ് ദ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം അറ്റ് പി ഈസ് എ ഡെഫിനിറ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിലത്തെ ചാപ്റ്ററിൽ മൊത്തം നമുക്ക് എന്താണ് എസ് എന്നുള്ള സർഫസ് r⁻n+1 പിന്നെ അതിൽ ഉള്ള കണ്ടീഷനാണ് നമ്മൾ ഫോളോ ചെയ്യാറ്. അപ്പോൾ അതിൽ വന്നിട്ടുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ഈച്ച് കോമ്പാക്റ്റ് ഓറിയൻറ്റഡ് എൻ സർഫസ് ഉണ്ട് r⁻n+1 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ദർ എക്സിസ്റ്റ് ഒരു പി ഉണ്ടായിരിക്കും. ദാറ്റ് ഫണ്ടമെൻ്റൽ ഫോം അറ്റ് പി, അതിൻ്റെ ഫണ്ടമെൻ്റൽ ഫോം അറ്റ് പിയിൽ എന്തായിരിക്കും, അത് ഡെഫിനിറ്റ് ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മൾ തുടങ്ങുകയാണ്. പ്രൂഫ് തുടങ്ങാനായിട്ടുണ്ടെങ്കിൽ എന്താണ് ദ ഐഡിയ ഓഫ് പ്രൂഫ് ഈസ് ടു ബി എൻക്ലോസ്ഡ് എസ് ഇൻ എ ആണ് ലാർജ് സ്പിയർ ആൻഡ് ഷ്രിങ്ക് ദ സ്പിയർ അണ്ടിൽ ഇറ്റ് ടച്ച് അറ്റ് ദ പോയിന്റ് ഓഫ് എ കോണ്ടാക്ട് ദ നോർമൽ കർവേച്ചർ ഓഫ് എസ് വിൽ ബി ബൗണ്ടഡ് അവേ ഫ്രം 0 ബൈ ദ നോർമൽ കർവേച്ചർ ഓഫ് സ്പിയർ എന്നാണ്. ആ പിക്ചർ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുകയാണ് ഒരു സ്പിയർ എസ് ഉണ്ട്, അവിടെ ഒരു പോയിന്റ് പി എടുക്കുകയാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പി എന്നുള്ളൊരു പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം ഡെഫിനിറ്റ് ആണെന്നുള്ള പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളവിടെ ജി എന്നുള്ളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. എന്താണ് ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ r⁻n+ നിന്നും ആറിലേക്കുള്ളതാണ്. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ് g of x1 x2 xn+1 ഈക്വൽ ടു x1² x2² xn+1² ആണ്. എസ് ഈസ് എ കോമ്പാക്റ്റ് ആണ്, അവിടെ ഒരു പി ഉണ്ടായിരിക്കും, അത് പി ബിലോങ്സ് ടു എസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും g of p ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു g of q ആയിരിക്കും. എപ്പോൾ q അവിടെ എസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ. ലഗ്രാഞ്ചി മൾട്ടിപ്പിൾ തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡെൽറ്റ ഓഫ് g of b ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽറ്റ ഓഫ് f of p ആണ്. അത് ഈക്വൽ ടു mu ഓഫ് n of p ആണ്. അതിലും എസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ ലെവൽ സെറ്റ് വെച്ചിട്ട് എഫ് ഇൻവേഴ്സ് ഓഫ് സി ആണ്. എൻ്റെ മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് ഓർ മൈനസ് ലാംഡ ആൻഡ് നോർമൽ ഡെൽറ്റ എഫ് ഓഫ് പി ആണ്. ഇതിൻ്റെ സൈന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഓറിയൻറ്റേഷൻ കേട്ടോ, അതാണ് പ്ലസ് ഓർ മൈനസ് കൊടുത്തിരിക്കുന്നത്. ദെൻ മ്യൂ ഈക്വൽ ടു മൈനസ് മോഡ് മ്യൂ ആണെന്നുണ്ടെങ്കിൽ മൈനസ് നോമൻ ന്യൂ എൻ ഓഫ് പി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു -2 അതിൽ ലഗ്രാഞ്ച് മൾട്ടിപ്പിൾ തിയറം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ -2 നോം പി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എൻ ഓഫ് പി ഈക്വൽ ടു 1/μ ഡെൽറ്റ ജി ഓഫ് പി. അത് ഈക്വൽ ടു നമ്മളെ മ്യൂ കണ്ടെത്തിയതിനനുസരിച്ചിട്ട് 1/- നോം പി ഇൻറ്റു ബ്രാക്കറ്റിൽ പി എന്ന് കിട്ടും. ആൻഡ് നോ ഫോർ നമ്മൾ അതിൽ നിന്നൊരു എസ് പി എന്നുള്ള സർഫസിൽ നിന്ന് വി എന്നുള്ളൊരു പോയിന്റ് എടുക്കാം. നോമ വി ഈക്വൽ ടു 1 ആണ്. അവിടെ ഒരു കർവേച്ചർ ഉണ്ട്, എന്താണ് ആൽഫ ഹൺഡ്രഡ് I/S സച്ച് ദാറ്റ് ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ട് ഈക്വൽ ടു എന്താണ് വി ആണ്. ജി ഓഫ് ആൽഫ ടി നോട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ജി ഓഫ് ആൽഫ ടി ആണ്. അപ്പോൾ 0 ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ജി ഓഫ് ആൽഫേനെ നമ്മൾ 2 വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് സോൾവ് ചെയ്തിട്ട് എന്ത് കിട്ടും, d/dt ഓഫ് എ മോഡ് 2 ഇൻറ്റു dy/dt ആൻഡ് d alpha by dt ആണ്. അതൊന്ന് സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, 2 ഇൻറ്റു 1 - നോം പി കെ ഓഫ് ഇ എന്ന് കിട്ടും. അപ്പോൾ അതൊന്ന് കെ ഓഫ് ഇ എന്ത് എഴുതാൻ പറ്റും, ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1/നോം പി ആണ്. ഫോർ ഓൾ ഡയറക്ഷൻ ഓഫ് വി ബിലോങ്സ് ടു എസ് പി ആണ്. ആദ്യം വി ബിലോങ്സ് ടു എക്സ് പി എന്ന് എടുത്തിട്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ ഇഫ് എസ് വി ആർ ഓറിയൻറ്റഡ് സോ മ്യൂ ഈക്വൽ ടു ഡെൽറ്റ ജി ഓഫ് പി ഇൻറ്റു എൻ ഓഫ് പി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. അതിനർത്ഥം ദർ ഈസ് എ നോർമൽ കർവേച്ചർ വുഡ് ചേഞ്ച് സൈൻ സോ ദാറ്റ് കെ ഓഫ് വി ലെസ് ദാൻ ഈക്വൽ ടു -1/നോം പി ഫോർ ഓൾ ഡയറക്ഷൻ വി അറ്റ് പി ആണ്. അപ്പോൾ ആ തിയറം നമ്മൾ പ്രൂവ് ചെയ്തു, ഡെഫിനറ്റ് ആണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി അടുത്ത തിയറം 5 ആണ്. തിയറം 5 എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എസ് എന്ന് പറഞ്ഞ ഒരു ഓറിയൻറ്റഡ് എൻ സർഫസ് ഉണ്ട് r⁻n+1 പി എന്നുള്ളൊരു പോയിന്റ് എസ്സിലുണ്ട്. സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു നോൺ സീറോ നോർമൽ വെക്റ്റർ ഫീൽഡ് എസ്സത്തെ ആണെന്നുണ്ടെങ്കിൽ n ഈക്വൽ ടു സെഡ് ബൈ നോം സെഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് v1 v2 vn bn എ ബേസിസ് ഫോർ എസ് പി ആണ്. കെ ഓഫ് പി ഈക്വൽ ടു -1/n determinant of a delta vz delta v etc delta vnz z of p divides norm z of p raised to n and determinant of a v1 v2 vn z of p ആണ്. wherefore w1 w2 wn belongs to rp of r⁻n+1. wi എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, പി w1 I2 in ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ w1 w2 wn ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ w1 w1n+1 അങ്ങനെ എഴുതാൻ പറ്റും, ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം സെഡ് എന്തെടുക്കുകയാണ്, സെഡ് ഇവിടെ n ഈക്വൽ ടു എന്താ സെഡ് ബൈ നോം സെഡ് ആണ്. അതിന് നമ്മൾ സെഡ് എടുത്ത് സെഡ് ഈക്വൽ ടു എന്താ നോം സെഡ് ഇൻറ്റു n ആണ്. ഓക്കെ,
ഡിറ്റർമിനൻ്റ് ഓഫ് എ ഡെൽറ്റ v1 z ഡെൽറ്റ v2 എൻ്റെ z ഓഫ് പി ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡിറ്റർമിനൻ്റ് ഓഫ് എ ഡെൽറ്റ v1 നോം z n ഓഫ് പി. സെഡിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ z നമ്മൾ അത് എടുത്തിട്ടുണ്ടല്ലോ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോം z b റേസ് ടു എന്നിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. എല്ലാത്തിലുണ്ടല്ലോ, അതിനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ v1 n vn n നോം z ഓഫ് പി n ഓഫ് പി ആണ്. അപ്പോൾ എന്ത് കിട്ടി? -1 റേസ് ടു n നോം z ഓഫ് പി റേസ് ടു n ഡിറ്റർമിനൻ്റ് ഓഫ് എ എൽ പി v1 v2 z ഓഫ് പിന്ന് കിട്ടും. ആ എൽ പി v1 ഓഫ് v2 നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പം നമുക്ക് എന്ത് ലാസ്റ്റ് എന്ത് കിട്ടും? -1 റേസ് ടു നോം z ഓഫ് പി റേസ് ടു n ഡിറ്റർമിനൻ്റ് ഓഫ് എ ആൻഡ് ഡിറ്റർമിനൻ്റ് ഓഫ് എ v1 v2 vn z ഓഫ് പി എന്ന് കിട്ടും. അതായത് പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? x1/a² x2/b² അങ്ങനെ പോകും. പി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് x1 x2 x3 ഇത് ഓൾറെഡി എസ്സിലുണ്ട് എടുത്തിട്ടില്ല. ആ പോയിന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x1 x2 x3 ആണ്. ദാറ്റ് ബിലോങ്സ് ടു എസ് ആണ്. ആൻഡ് ബേസിസ് ഫോർ എസ് പി വിൽ ബി കൺസിഡർ എനി ഇൻഡിപെൻഡൻറ്റ് പെയർ ഓഫ് എ വെക്ടേഴ്സ് ഓർത്തോഗണൽ ടു സെറ്റ് ഓഫ് പി ആണ്. ഫോർ x1 നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ദാറ്റ് മേക്ക് പി ഓഫ് x2/b² മൈനസ് x1/a² ദാറ്റ്സ് ഈക്വൽ ടു 0. അതിനെ പോയിൻറ്റ്സിനെ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യാണ്. ദെൻ v2 ഈക്വൽ ടു എന്താ? പി x3 ആൻഡ് c² 0 മൈനസ് x1/a² ആണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ v1 z v2 z എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പോയിൻറ്റ്സ് അതിലിട്ട് കൊടുക്കുക. പിയുടെ പോയിൻറ്റ്സ് അപ്പോൾ x2/a² b² മൈനസ് x1/a² b² 0 നമുക്കൊരു ഡിറ്റർമിനൻ്റ് കിട്ടും. ആ ഡിറ്റർമിനൻ്റ് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x1/a റേസ് ടു 4 ഇൻറ്റു b² ഇൻറ്റു c² എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഡെൽറ്റ v1 z-ൻ്റെയാണ് നമുക്കത് കിട്ടുക. ഡിറ്റർമിനൻ്റ് ഓഫ് എ v1 v2 z ഓഫ് പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ടേംസ് വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. അതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x1/a² x1/a² x2/b റേസ് ടു 4 അങ്ങനെ കിട്ടും. ആൻഡ് നോം z ഓഫ് പി ഈക്വൽ ടു x1/a റേസ് ടു 4 പ്ലസ് x2/b റേസ് ടു 4 x3/c റേസ് ടു 4 റേസ് ടു 1/2 ആണ്. സോ ഗോഷ്യൻ കർവേച്ചർ ഓഫ് ദ എലിപ്സോയിഡ് ഈസ് k ഓഫ് p ഈക്വൽ ടു എന്ത് കിട്ടി? രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് 1/a² b² c² ഇൻറ്റു a1/a റേസ് ടു 4 പ്ലസ് x2/b റേസ് ടു 4 പ്ലസ് x3/c റേസ് ടു 4 ഓൾ റേസ് ടു സ്ക്വയർ ആണ്. സോ ഫോർമുല മേക്ക് k വാസ് derived under the assumption that x1 not equal to 0 എന്നുള്ള നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്താ? ഇറ്റ് ഈസ് വാലിഡ് ഫോർ ഓൾ p ബിലോങ്സ് ടു എസ് ആണ് ബൈ കണ്ടിന്യൂറ്റി. അത്രയാണ് നമ്മുടെ പ്രൂഫ് പറയുന്നത്.